ദൂരെ വെച്ച് കാണാം. അവിടെ കഞ്ചാവ് ഇങ്ങനെ വളർന്നിപ്പുണ്ട്. 1.5 ഏക്കറിക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഈ തോട്ടമായിട്ട് നല്ല രീതിയിൽ പരിപാലിച്ചിരിക്കുന്ന തോട്ടം. 500ഓളം തൈ ഉണ്ടായിരുന്നു. 500ഓളം തൈകൾ. ഞങ്ങൾ വനത്തിലേക്ക് പോകുമ്പോഴായിരിക്കും കൂടുതലും വാറ്റ് കിട്ടുന്നത്. കുഴി ഒഴിച്ചിട്ട് ടാർപോളം ഇട്ടിട്ട് അതിനകത്തൊക്കെ സ്പിരിറ്റ് കലക്കി വെക്കുക. പിന്നെ ഈ ആനയൊക്കെ വന്ന് കുടിക്കുകയൊക്കെ ചെയ്യാറുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു സംഘമായിട്ട് ഇവിടെ ഇടുക്കിയിൽ മറയൂർ എന്ന സ്ഥലത്ത് കഞ്ചാവ് റെയ്ഡിന് പോയായിരുന്നു. അത് നല്ലൊരു ബുദ്ധിസ്ഥന്മാരുടെ നല്ലൊരു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഒരു 10-50ഓളം ആൾക്കാരുടെ ഒരു ടീമുണ്ടായിരുന്നു. അത് ഈ രഹസ്യവിവരം കിട്ടിയിട്ടാണോ പോകുന്നത്? ആ രഹസ്യവിവരം കിട്ടിയിട്ടാണ് പോയത്. അവിടെ ഒരു കഞ്ചാവ് തോട്ടം ഉണ്ടെന്നുള്ള ഒരു വിവരം കിട്ടിയതിന് ശേഷം ആണ് പോയത്. ഞങ്ങളങ്ങനെ തലേന്ന് ഇവിടുന്ന് പല വാഹനങ്ങളിലായി മറയൂരെത്തി. അവിടെ പോയി ഒരു ഡോർമെറ്ററിയൊക്കെ ബുക്ക് ചെയ്ത് അവിടെ താമസിച്ചു. രാവിലെ ഒരു 4 മണിക്ക് എണീച്ച് കാൽനടയായിട്ട് അത്യാവശ്യം ഫുഡുമൊക്കെ ഞങ്ങൾ കരുതിയിരുന്നു. ബ്രെഡും ഏത്തക്കയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ നടന്ന് കാട്ടിലൂടെ ഏതാണ്ട് 10-30ഓളം കിലോമീറ്റർ നടക്കണം. അത് പോകണമെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് പോകാൻ പറ്റില്ല. തമിഴ്നാട് കയറിയിട്ട് ആ വഴിയാണ് പോകേണ്ടത്. അവിടെ ചെന്ന് പോകുന്ന വഴിക്ക് ഒരു ഊരൊക്കെ ഉണ്ടായിരുന്നു. ഒരു തമിഴ്നാട്ടിലെ ആദിവാസി ഊര്. അവിടെ ഈ വലിയ അവർ പശുക്കളൊക്കെ വളർത്തുന്ന ഒരു പ്രത്യേക ഒരു നല്ല സെറ്റപ്പുള്ള സ്ഥലം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏതാണ്ട് കാട്ടിൽ കൂടെ വെള്ളത്തിൻ്റെയും ചാനലും എല്ലാം ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. നല്ല നിബിഡമായ വനം. 10-25 കിലോമീറ്ററൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ കയ്യിലുള്ള ഫുഡൊക്കെ തീർന്ന് ഞങ്ങളെല്ലാം ടയേർഡായി ശരിക്കും. വീണ്ടും ഞങ്ങൾ പോയല്ലേ, ഞങ്ങൾ പോയി വീണ്ടും നടന്ന് ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ദൂരെ ചെന്നപ്പോഴത്തേക്കാണ് അടുത്ത ഒരു മല. ഈ മലയുടെ അപ്പുറത്തൊരു മല. ആ മല ദൂരെ വെച്ച് കാണാം. അവിടെ കഞ്ചാവ് ഇങ്ങനെ വളർന്നിപ്പുണ്ട്. അവിടെ 1-2 പേര് അവിടെ ഈ നിപ്പുണ്ട്. നമ്മൾ നല്ല ദൂരമാണ്, ഡിസ്റ്റൻസൊക്കെ അവരെ കാണാൻ പറ്റും. പക്ഷെ നമ്മളെ കണ്ട് ഇവന്മാർ വെള്ളം വെച്ച് ഓടി. ഞങ്ങളെന്തായാലും നടന്ന് ഞങ്ങൾക്ക് എത്തപ്പെടാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഈ ദുർഘടമായ സ്ഥലമാണ്, പറ്റത്തില്ലായിരുന്നു. ഞങ്ങളെന്തായാലും അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് ഒരു മലയുടെ ഒരു നല്ല സെറ്റപ്പ്, പ്രകൃതി തന്നെ അവർക്കൊരു ഷെൽട്ടർ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ എല്ലാ കിടക്കകൾ, ആഹാര സാധനങ്ങൾ, അരി, മുളകും, എല്ലാ സജ്ജീകരണം ഉണ്ട് അവിടെ. നല്ല ഒരു കുറച്ച് ദിവസം 5-6 മാസം താമസിക്കാനുള്ള എല്ലാ സെറ്റപ്പും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അടുപ്പിൽ ആഹാരം വെന്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നല്ല പിന്നെ എല്ലാ സൗകര്യവും അവിടെ ഉണ്ട്. ആഹാര സാധനങ്ങളൊക്കെ അവിടെ പ്രത്യേകിക്കുന്നു. എത്ര ഏക്കർ കാണും? 1.5 ഏക്കറിക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഈ തോട്ടമായിട്ട് നല്ല രീതിയിൽ പരിപാലിച്ചിരിക്കുന്ന തോട്ടം. അതായത് ഏതാണ്ട് നല്ല ഹൈറ്റിൽ വളർന്ന് നല്ല വെള്ളമൊക്കെ ഒഴിച്ച്, ഈ തടമൊക്കെ നല്ല രീതിയിൽ വളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് സ്ഥിരമായിട്ട് വെള്ളമൊക്കെ ഒഴിക്കുന്ന നല്ല സെറ്റപ്പിലുള്ള ഇടുക്കി മറയൂർ തമിഴ്നാടിൻ്റെ ഒരു ബോർഡറായിട്ട് വരും. കാടിനുള്ളിലെ ബോർഡറാണ്. നല്ല പിന്നെ അത് നമുക്ക് നമ്മുടെ നാട്ടിൽ പോലും അത്ര കൃഷി ചെയ്യുന്ന വെച്ചാൽ അത്രയ്ക്ക് നല്ല രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. പച്ചക്കറി കൃഷി ചെയ്യുന്നതിനേക്കാൾ നല്ല രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. എല്ലാം നന്നായിട്ട് വളർന്നിരിക്കുന്ന ചെടികൾ. പിന്നെ ഞങ്ങൾ ടയർഡായിരിക്കുന്ന സമയമാണ്. ഞങ്ങൾ പിന്നെ ഒന്നുമില്ല. പിന്നെ അവർ ഉണ്ടാക്കിയ കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഇത്തിരി കൂടെ പിന്നെ വെന്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ തീയരിച്ച് അത് വേവിച്ച് അതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ എല്ലാം വെട്ടി, കഞ്ചാവ് എല്ലാം. എത്ര തൈ ഉണ്ടായിരുന്നു? 500ഓളം തൈ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതിൽ വെട്ടി എല്ലാം കൂടെ ഇട്ട് തീയിട്ട് നശിപ്പിച്ചിട്ട് പിന്നെ തിരിച്ചു പോരുന്നു. നമുക്ക് പിന്നെ ആരെയും കിട്ടിയില്ല. വേറെ അവരെ ട്രേസ് ചെയ്യാനുള്ള അന്ന് വലിയ തെളിവൊന്നും കിട്ടിയില്ലായിരുന്നു. ഈ തീയിട്ട് നശിപ്പിക്കുമ്പോൾ ഇത്ര ബൾക്കായിട്ട് കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ച് നശിപ്പിക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു കിക്ക് കിട്ടുമെന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ഇത് മാറ്റിയിട്ട് നമ്മൾ പോരുന്നല്ലോ. അത് ദൂരെ ഇത്തിരി കത്തി അതിൻ്റെ പച്ചയല്ലേ, നശിപ്പിക്കാനുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഉള്ള മണ്ണെണ്ണയൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഒഴിച്ചിട്ട് ഉള്ള സെറ്റപ്പായി ചെയ്തത്. അവിടെ തന്നെ സാധനം ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴിച്ചിട്ട് കത്തിച്ചിട്ട് നമ്മൾ ദൂരെ മാറി. ഇതെന്താ നമ്മൾ കളക്ട് ചെയ്യുന്നത്? മാസ്റ്റർ മാസ്റ്റർ ചെയ്തിട്ട് പിന്നെ UD കേസായിട്ടേ പോകത്തുള്ളൂ. പിന്നെ അന്വേഷണത്തിൽ എന്ത് കേസാണ്? UD കേസ് എന്ന് പറയും, അൺഡിറ്റക്റ്റഡ് കേസ് എന്ന് പറയുന്നത്.
അതിൻ്റെ അർത്ഥം അത് നമുക്ക് പ്രതി പ്രതി കിട്ടിയില്ല. പ്രതി കിട്ടിക്കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം പ്രതി ഇല്ലാത്ത രീതിയിൽ കേസ് എഴുതി കൊടുക്കും. എന്നിട്ട് പിന്നീട് ഇങ്ങോട്ട് വന്ന് പിന്നെ ആ വഴിക്ക് പരിശോധനകളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് അങ്ങനെയൊക്കെ ഇടിക്കില്ല അങ്ങനെ പോലുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അതായിരുന്നു ഏറ്റവും വലിയ ഒരു അനുഭവം. കാട്ടിൽ പോയ ഒരു അനുഭവമായിരുന്നു. ഇതേപോലെ തന്നെ ഈ കാട്ടുപ്രദേശങ്ങളിൽ ഈ വ്യാജവാറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ സാർ ഈ റെയ്ഡിനൊക്കെ ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. ഇനി ഇവിടെ ഇരിങ്ങാലക്കുട ഇരുന്നപ്പോഴത്തേക്ക് അവിടെ ഇഷ്ടം പോലെ കേസുണ്ടായിരുന്നു. അത് സ്ഥിരമായിട്ടുള്ള പിന്നെ കാട്ടിലൊക്കെ ഇവരൊക്കെ പിന്നെ ഈ ടെൻ്റൊക്കെ ഇട്ടിട്ട് വളരെ വിശാലമായ രീതിയിലുള്ള പാറ്റായിരുന്നു. ഈ ടാർപോളിനൊക്കെ കുഴി കുഴിച്ചിട്ട് ടാർപോളിനെ ഇട്ടിട്ട് അതിനകത്തൊക്കെ സ്പിരിറ്റ് കലക്കി വെക്കുക. പിന്നെ കോട ഇടുക. പിന്നെ അല്ല തന്നെ ബാരൽ ഇരുന്നുകൊണ്ട് ടാറിൻ്റെ ബാരൽ അന്ന് ഈ പ്ലാസ്റ്റിക് എന്തരല്ലായിരുന്നു, ടാർ ബീപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് കലക്കി വെക്കുക. ഇഷ്ടം പോലെ അതിന് ഒരുപാട് പിന്നെ ബാരലുകൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ അതിനൊക്കെ ആനയൊക്കെ വന്ന് കുടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ആനയൊക്കെ ഞങ്ങൾ പോയപ്പം ആനയൊക്കെ കണ്ടിട്ടുള്ള അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ ഇരിങ്ങാലക്കുടയുടെയൊക്കെ വനങ്ങളിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഇഷ്ടം പോലെ നല്ല വാറ്റുള്ള ഏരിയ ആയിരുന്നു. ഇപ്പം പിന്നെ ആ ഒരു സംഭവം കേൾക്കുന്നില്ല. ഇതിപ്പോൾ നമ്മുടെ ഈ എക്സൈസുകാർ ഈ കോട നശിപ്പിക്കുന്നതിന് സിനിമകളിലൊക്കെ കാണിക്കുന്ന ഒരു രീതിയുണ്ട്. ഈ വടി കൊണ്ട് ആ കോടക്കലമൊക്കെ തല്ലിപ്പൊട്ടിച്ചിട്ട് പോകുന്ന ആ ഒരു പരിപാടി തന്നെയാണ് ചെയ്യാറുള്ളത്. നമുക്ക് ഇപ്പം പിന്നെ വനത്തിലേക്ക് പോകുമ്പോഴായിരിക്കും കൂടുതലും വാറ്റ് കിട്ടുന്നത്. ഇത് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇത് അവിടെ നിന്ന് എടുത്തുകൊണ്ടിരാൻ ഒരു സാധ്യതയില്ല. അത്രയ്ക്കും കഷ്ടപ്പെട്ടായിരിക്കും നമ്മളവിടെ കയറി. ഇപ്പം ഇത് അങ്ങോട്ട് കൊണ്ടുപോകുന്നവരുടെ കഷ്ടപ്പാട് എന്തായിരിക്കും? അവരവിടെ പോയി കലക്കുന്നില്ലേ. അല്ല, ഇതിനുള്ള സാധനങ്ങളൊക്കെ സാധനം പക്ഷേ ഈ കോട കലക്കിയ സാധനം കൊണ്ടുവരാൻ പാടാണ്. മറ്റേത് ശർക്കരയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് അവിടെ വെച്ച് കലക്കാം. വെള്ളം കാണുമല്ലോ, അവിടെ സോഴ്സ് ഉണ്ട്. വെള്ളം ഉപയോഗിച്ച് കലക്കി വെക്കുക, അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. പിന്നെ കൊണ്ടുവന്ന് ഓഫീസിൽ സൂക്ഷിക്കാനും പറ്റത്തില്ല. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പുഴു ഉണ്ടാവും അതിനകത്ത്, ഭയങ്കര പിന്നെ ദുർഗന്ധമൊക്കെ ഉണ്ടാവും, കോടയിലുണ്ടാവും. അതുകൊണ്ട് ഓഫീസിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ മാസ്റ്റർ എഴുതിയിട്ട് അവിടെ നശിപ്പിക്കും, കമത്തിക്കളയും. അതേ ഉള്ളൂ മാർഗം. അതിൻ്റെ സാമ്പിൾ എടുക്കും, ഇത്രയേ ഉള്ളൂ. സാമ്പിൾ എടുത്തിട്ട് ഇത് രാസപരിശോധന ചെയ്താലും അൺഡിറ്റക്റ്റഡ് കേസല്ലേ? ചിലപ്പം പ്രതികളെ കിട്ടാറുണ്ട്, കിട്ടിയ കേസുകളുമുണ്ട്. നമുക്ക് ചിലപ്പം ഇൻഫർമേഷൻ കിട്ടി അപ്പം ആഡ് ചെയ്ത് പ്രതികളെ ചേർക്കാറുണ്ടായിട്ട് പല പിന്നെ പ്രതികളെ ചേർത്ത അനുഭവങ്ങളുണ്ട്. ഇത് കൂടാതെയാണ് ഈ വ്യാജ മദ്യ നിർമ്മാണം, അതായത് വിദേശ മദ്യം നിർമ്മിക്കുന്നത് അല്ലേ? അത് പിന്നെ സ്പിരിറ്റ് കലക്കി ചെയ്യുന്നത്. അത് ഇത്തരത്തിൽ പല ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണല്ലേ ഈ കൊല്ലം? കല്ലുവാതിക്കൽ ദുരന്തമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുപ്പണ മദ്യദുരന്തം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇത് യാദൃശ്യമായിട്ടൊക്കെ ഇങ്ങനെ സ്പിരിറ്റിനകത്ത് എന്തെങ്കിലുമൊക്കെ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന